ആൾക്കൂട്ടത്തിൽ തനിയനൊക്കെ മമ്മൂക്ക ഞാനൊക്കെ ഒരു കട്ടിലിങ്ങ് കിടക്കും. അന്നൊന്നും കയറവനൊന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റും ഒരു റൂമിലായിരുന്നു. ഇപ്പോൾ മധുരാത്തർ എന്ന് പറഞ്ഞ പടത്തിൽ 9 ആർട്ടിസ്റ്റാണ് ഒരു റൂമിലിരുന്നത്. മമ്മൂക്ക, ലാലു അലക്സ്, ക്യാപ്റ്റൻ രാജു, മണിയമ്പിള്ള രാജു, രവീന്ദ്രൻ, കുഞ്ചേട്ടൻ, ശങ്കർ, ഇനി ഒരാളും കൂടി ഓർക്കുന്നില്ല ഞാൻ. അങ്ങനെ 9 പേര് ഒരു റൂമിലാണ് കിടക്കുന്നത്. അവരവർക്ക് എല്ലാവർക്കും റൂമുണ്ട് താനും, പക്ഷേ കിടക്കുന്നത് ഒറ്റ റൂമിലാണ് കിടക്കുന്നത് എല്ലാവരും. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. മിസ് ചെയ്യുന്നുണ്ടോ? അത് അവരോട് ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം. ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നേ. കാലം മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഞാൻ പോയാലല്ലേ മിസ് ചെയ്യാൻ. അഭിനയിക്കുന്നില്ലല്ലോ ഞാൻ. വല്ലപ്പോഴും പോവും. ഇതാ ജോയ് സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അവിടെ സെറ്റില്ല, അവിടെ എങ്ങനെ ഇരിക്കും ഞാൻ. അത്രേ ഉള്ളൂ. ഈ തഗ് ലൈഫ് എവിടുന്നാ വരുന്നത്? ഇങ്ങനെ കുറുക്ക് കൊള്ളുന്ന മറുപടി വരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് നേരെ റിവേഴ്സ്. അതെങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ. അത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഐ.വി. ശശി സാർ. 17 ശേഷം അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അത് നമുക്ക് വല്ലാത്ത മിസ്സിങ് ഉണ്ട്. കാരണം ആൾക്കൂട്ട സിനിമകൾ, വലിയ സിനിമകൾ, മലയാളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് പോലത്തെ സിനിമകൾ അത് നമുക്ക് കിട്ടുന്നില്ല. സീമ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു നഷ്ടത്തിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് അദ്ദേഹത്തിന് നഷ്ടമായില്ലല്ലോ, അങ്ങനെ ഉണ്ടല്ലോ കൂടെ. പിന്നെ എന്തിനാ നഷ്ടമാവുന്നത്? എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വിചാരിച്ചാൽ പോരെ. എവിടെയോ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ദുബായ് എപ്പോൾ നോക്കിയാലും ദുബായും അവിടെ എവിടെയൊക്കെ പോകും. ഷൂട്ടിങ്ങിന് 10-30 ദിവസമൊക്കെ പോയിരിക്കും. അതുപോലെ ഒരു ഫീലിംഗ് അത്രയേ ഉള്ളൂ. തീരെ സംസാരിച്ചിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? എത്ര ദിവസം നോക്കി ഇതൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ? ഞാൻ പറയാം. മാമിൻ്റെ ഈ ആൾക്കൂട്ടത്തിൽ തന്നെ എന്നുള്ള സിനിമയില്ലേ, അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയോട് എന്തിനാണ് എപ്പോഴും ഈ പടം കാണിക്കുന്നത്. അമ്മനെ അന്വേഷിച്ചെന്ന് പറയണേ. യെസ്. അപ്പോൾ അമ്മ പറയുന്നത്, നോക്കുമ്പോൾ ആ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. ആ അച്ചാച്ചൻ വെച്ചിട്ട് ആ വീട്ടിലെ സ്വത്ത് ആവശ്യമുണ്ട്. ഈ മമ്മൂക്കും അവരുടെ വൈഫിനും ഈ ബന്ധം അവസാനിപ്പിച്ച് 2 വഴിക്ക് പോകണം, അവരുടെ ആവശ്യമുണ്ട്. പക്ഷെ ആരുടെയും ഒന്നും ആവശ്യപ്പെടാതെ ഒരാളെ കുറേ കാലമായിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരാളുള്ളൂ ഇവിടെ. അത് അമ്മുക്കുട്ടിയാണ്. അമ്മുക്കുട്ടിയെ പോലെ ആവണം നമ്മുടെ ആളുകളെ സ്നേഹിക്കാൻ. ആണ്. വെരി ഗുഡ്. നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു പറയും അമ്മയ്ക്ക്. അപ്പം അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ മാമിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ വായിക്കും. ആളുകൾ ഈ പറഞ്ഞ പോലെ മാമിനെ എപ്പോഴെങ്കിലും പറയാൻ ഇങ്ങനെ മിസ്സാക്കൂല. അതായത് മലയാളത്തിലെ മികച്ച നടി വന്നൊക്കെ പറയാൻ പറയും സീമ ചേച്ചി ഉണ്ട്. സീമ ചേച്ചി താങ്ക് യു. അതൊരു നികത്താൻ പറ്റാത്ത ഒരു പൊസിഷനാണ് എന്നുള്ളതാണ്. ആൻഡ് എവിടെയൊക്കെ നമുക്ക് ഇപ്പൊ പവറും ബ്യൂട്ടിയും ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യും വേണം, എന്നാൽ അപ്പുറത്ത് ബ്യൂട്ടിയും വേണം. അതിന്റെ രണ്ടിന്റെ ഒരു രസമുള്ള മിക്സർ ആയിരുന്നു സീമ എന്ന് പറയുന്നത് പെർഫോമൻസ്. യെസ്. ഓ, എനിക്ക് വാർത്തയിലൊക്കെ കിട്ടില്ല. ഇപ്പൊ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവല്ലേ? ചൂസ് ചെയ്യില്ല, അങ്ങനെ ആരും വിളിക്കുന്നില്ല. ചൂസ് എന്തോന്ന് ചെയ്യാൻ? വിളിച്ചാ പോവും, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ചൂസ് ഒന്നുമില്ല. വിളിച്ചാ പോവും. എനിക്ക് ഒരു കഥ, ഇപ്പം ജോയ് സാർ വന്നു, കഥാപാത്രം പറഞ്ഞു, അങ്ങനെ വിളിക്കുന്നവരെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ പണിയിൽ വേറെ കുറെ ചെറിയ കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജുനൈസ് ഉണ്ട്, അതുപോലെ തന്നെ സാഗർ ഉണ്ട്. അവരോടൊക്കെ മാമിന് കോമ്പിനേഷൻ സീൻസും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു പുള്ളിക്ക്. അവരെ ഈ കുട്ടികൾ ഈ ബിഗ് ബോസിൽ വന്ന കുട്ടികൾ അവർക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇത്രേ ഉള്ളൂ സീമേച്ചിന്ന്. ഞാൻ അവൻ്റെ അടി മോച്ചില്ല അറിയില്ല. സീമേച്ചി ഇത്രേ ഉള്ളോ എന്ന്. അങ്ങനെ ഒരു പിള്ളേരാണ് അവർക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. വിളിക്കും. കുട്ടികളല്ലേ എല്ലാവരും, പാവങ്ങളല്ലേ. അത് എൻ്റെ മക്കളെ പോലെയൊക്കെ അല്ലേ. എന്തൊക്കെയാ അവരോട് സംസാരിക്കുന്നത്? അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഞങ്ങളാണ് പോകുന്നത് ഗ്രൂപ്പ്. ഇവർ ചിലപ്പം എൻ്റെ ചോദിക്കും, ചേച്ചി അവരെ കയറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ കുഴപ്പം, ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അവർ കയറ്റിക്കോളൂ, പിന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ചായ കിട്ടുമോ നോക്കുന്നത്. ഇതായിപ്പോൾ വാങ്ങിച്ചു തരാം, ചായ വാങ്ങിച്ചു തരും. പിന്നെ ആ കടയിൽ എന്തെങ്കിലുമൊക്കെ ബോണ്ട് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യോ സീമേച്ചി സീമേച്ചി ചായക്കടലൊക്കെ കുടിക്കാം. ഞാൻ പറഞ്ഞു ചായയല്ലേ കുടിക്കുന്നത്. ഇതിൽ അങ്ങനത്തെ ഒരു കുട്ടികളാണ്. ഇവരുടെ അടുത്തൊക്കെ എന്തോന്ന് ഇതാക്കുന്നത് നമ്മൾ. പക്ഷെ അഭിനയിക്കുമ്പോൾ മാത്രം സീമേച്ചി അഭിനയിക്കുമ്പോൾ വേറെയാണ്. ഞാൻ പറഞ്ഞു അതിനെല്ലാം വന്നിരിക്കുന്ന ചാപ്പാടല്ലേ എന്ന് പറയും ഞാൻ.
ഇപ്പൊ ആളുകൾ ഇങ്ങനെ അഭിനയിക്കണം, കഥാപാത്രത്തിനുള്ളിലേക്ക് എടുക്കണം, കഥാപാത്രത്തിനെ ആവാഹിക്കണം, ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആവാഹിക്കാൻ നമ്മളെന്താ ദൈവമോ വല്ലോ ആണോ, പൂജാരിയാണോ? അല്ല അങ്ങനെയൊക്കെ പറയില്ലേ, പ്രിപ്പയർ ചെയ്യണം. മാം അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഇവൻ എല്ലാത്തിലും സെറ്റിൽ പോയാൽ ഭയങ്കര ബഹളമായിരിക്കും. ശശിയേട്ടൻ തന്നെ പറയും, മൂഡ് കീപ്പപ്പ് ചെയ്യും, മൂഡ് കീപ്പപ്പ്. ഞാൻ പറയും, ശശിയേട്ടാ ക്യാമറമാൻ പോലെ നിന്ന് അഭിനയിച്ചാൽ പോരെ, അപ്പോൾ എന്തിനാണ് മൂഡ് ഇപ്പോഴേ കീപ്പപ്പ് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എം.ടി. സാറിന്റെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച 8 പടം എന്താ ചെയ്തത്? 9 പടം. ആണോ? 9 പടം. ശരി, 9 മാറ്റിയേക്കാം. ഇനി പറയുന്ന എല്ലാവർക്കും 9 ആക്കിയേക്കാം. അത്രയും പടങ്ങൾ ചെയ്തിട്ട് ആളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് മുമ്പേ കിട്ടുക, അല്ലെങ്കിൽ അത് വായിക്കുക, ക്യാരക്ടർ ഇങ്ങനെ പെരുമാറും, അങ്ങനെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇന്നവരെ അതില്ല, ഇന്നവരെ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എനിക്ക്. ഈ നീലിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആരൂഢം ശശിയേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ടേഴ്സാണ് സ്ക്രിപ്റ്റ് എൻ്റെ. ഞാൻ അതല്ലേ ആദ്യമേ പറഞ്ഞത്, ഡയറക്ടേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് നമ്മൾ പറ്റുന്നിടത്തോളം അഭിനയിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, അദ്ദേഹം വളരെ കുറവ് സംസാരിക്കുന്നു എന്നല്ലേ പറയുന്നത്? ശശിയേട്ടനോ? ശശിയേട്ടൻ വീട്ടിൽ മാത്രമേ കുറവായിട്ട്, ഷൂട്ടിങ്ങിൽ കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. ഷൂട്ടിങ്ങിൽ ടൈപ്പേ വേറെയാണ്. ഷൂട്ടിങ്ങിൽ മാത്രമേ ഞാൻ അങ്ങേരെ പേടിക്കുള്ളൂ, വീട്ടിലൊന്നും പേടിക്കില്ല. ഈ മകൻ മലയാള സിനിമയുടെ ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹം സിനിമകൾ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും തെലുങ്കിൽ മലയാളത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ശശി സാറിന്റെ മകൻ ടാലന്റ് എന്തായിരിക്കും അറിയാൻ മലയാളികൾക്ക് നല്ല ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. എപ്പോഴാ മകന്റെ ഒരു മലയാള സിനിമ ഉണ്ടാവും? എനിക്കറിയില്ല, അത് അവൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. ഒന്നും ഷെയർ ചെയ്യില്ല? ഞങ്ങൾ അങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല. ശശിയേട്ടൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ ഞാൻ അതുപോലെ തന്നെ മോൻ്റെ അടുത്തുള്ളത്. എന്താ, എവിടെയാ, എന്ത് കഥയാണ്, എങ്ങനെയാ ചെയ്യുന്നത്, ഒന്നും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യില്ല. അവൻ വന്നാൽ എനിക്ക് അവൻ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് അവന് നല്ല ചാപ്പാട് കൊടുക്കണം, അവനെ ഹാപ്പി ആക്കി വയ്ക്കുക, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത മുഴുവൻ. അല്ലാതെ ഏത് പടം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവരെന്ത് പറഞ്ഞു, അവരെന്ത് ഒന്നുമില്ല. അവൻ ഐ വി ശശിൻ്റെ സീമേൻ്റെ മോനാണെന്ന് പോലും അവൻ പറയില്ല എവിടെയും. ഇതാണ് അവൻ്റെ ഒരു സ്വഭാവം. സ്വന്തമായിട്ടൊരു ലേബൽ ഉണ്ടാക്കണം അങ്ങനെയല്ല, അങ്ങനെ ഒരു അവൻ പണ്ട് തൊട്ടേ ഇവൻ മോളും അതെ. ഐ വി ശശിൻ്റെ സീമേൻ്റെ മോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ, അല്ലാതെ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞു നടക്കില്ല അവർ. ഈ മാം ആളുകളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കഥകൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് മാം ഒരു സിനിമയുടെ സ്ഫോടനത്തിന് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു, നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായെന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടി ഭയങ്കര റയർ ആയിരിക്കില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ജയേട്ടനെയൊക്കെ നമ്മൾ കാണുന്നു, ജയേട്ടന് ആ ഒരു രീതിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണെ കുറച്ച് കാണുന്നത് സുഖമായിട്ടൻ അങ്ങനെ ഉണ്ടാവും. പക്ഷെ മമ്മൂക്കേൻ്റെ രീതി വേറെയായിരുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരങ്ങേരെന്ന് ചോദിച്ചു. പുള്ളി മമ്മൂട്ടി എന്നാണ് പേര്, ഒരു ഒരു കഥാപാത്രം ചെയ്യുന്നു, മിക്കവാറും സീമൻ്റെ ഒക്കെ പാരായിരിക്കും എന്നൊക്കെ. ആ പുള്ളി ഇരുന്ന രീതി എനിക്കിഷ്ടമായി. ഒരു കാലിൻ്റെ മുകളിൽ കാലിട്ട് അങ്ങനെ ഒരു സ്റ്റൈൽ. ഞാൻ നേരെ പോയി, ഞാൻ സീമ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി കേട്ടാ എന്ന് പറഞ്ഞ് വന്നു. ഇത്രയുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പോയി കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യോ? ഇപ്പം നിങ്ങളുടെ അടുത്ത് വയസ്സ് ചോദിച്ചില്ല, എന്തിനാ ചോദിച്ചേ? എനിക്ക് വല്ല ആവശ്യമുണ്ടോ വയസ്സ് ചോദിക്കാൻ? ഇല്ല ഇല്ല, അത്രേ ഉള്ളൂ. എന്താ അത്രേ ഉള്ളൂ. ഇപ്പൊ ആളുകള് സീമ ചേച്ചിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ട് കഥ പറഞ്ഞാൽ മതിയോ? എന്താ പടം എടുക്കാൻ പോകുന്നു? അല്ല, ഞാൻ പറയാ, ഇപ്പൊ എന്തായാലും ഉദ്ദേശം ഉണ്ടോ? ഇല്ല. അല്ല, ഞാൻ പറയുന്നത് അപ്രോച്ച് അങ്ങനെ തന്നെ മതിയോ? എങ്ങനെ മതിയോ? ജോജു ചേട്ടൻ വരുന്നത് പോലെ വരിക, കഥ പറയുക. അങ്ങനെ ജോജു സാറിനെ വിട്ടേക്ക്, ജോജു സാറിന്റെ രീതി അതായിരുന്നു. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ വന്ന് വിളിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോ സീമേച്ചി പടം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുണ്ട്, നാട്ടിൽ നിന്നൊക്കെ വരുമായിരിക്കും, അങ്ങനെ അപ്പം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഈ ആളുകൾക്ക് ഇപ്പോഴും വലിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെയാണ് ചേച്ചിയുടെ. ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയാം.